കാക്കിക്കാരന്റെ പെണ്ണ്. രചന അനി ബിജു ഫിദ. അവതരണം ഷാഹുൽ മറയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. പറഞ്ഞു വന്ന കൂട്ടത്തില് അവൻ എന്ത് വിളിക്കണമെന്നറിയാവളെന്ന് പതറിയത് അവൻ ശ്രദ്ധിച്ചു. ഏട്ടൻ വിളിക്കുമ്പോഴൊക്കെ അമ്മ അടുത്ത് നിൽക്കും, അതൊന്നും തുറന്നു പറയാൻ പറ്റാഞ്ഞത്. ലക്ഷ്മി പറഞ്ഞു നിർത്തി. ഒരു ദീർഘനിശ്വാസം എടുക്കുമ്പോൾ ആനന്ദ് അവളെ രൂക്ഷമായി നോക്കി. എന്നിട്ട് നീ ഉണ്ണിയോടൊക്കെ പറഞ്ഞില്ലേ നിന്നെ നിർബന്ധിച്ച് പോകാൻ കഴിപ്പിക്കുകയാണെന്ന്? ഞാൻ ഒരു ദിവസം വീട്ടിൽ നിന്ന് ഇറങ്ങി ഉണ്ണിയൻ്റെ അടുത്ത് പോയിരുന്നു, എല്ലാം പറഞ്ഞു. പക്ഷെ ഏട്ടനെ തിരിച്ചയച്ചു. ഏട്ടനിപ്പോൾ ജോലിയില്ലെന്നും ഒരു 2 വർഷം നീ എങ്ങനെയെങ്കിലും പിടിച്ചേക്കാനും പറഞ്ഞു. ഫസ്റ്റ് കാമുകൻ. ആൾ നിരാശയോടെ പറയുമ്പോൾ ആനന്ദ് ഇടയിൽ കയറി പരിഹസിച്ചു. ലക്ഷ്മി അവനെ നോക്കി. പിന്നീട് അറിഞ്ഞ് ഏട്ടൻ ഗൾഫിൽ പോയിന്നാ. അപ്പൊ നിന്നെക്കാൾ നന്നായിട്ടാവും നിന്നെ തേച്ചു എന്നർത്ഥം. അതുകൊട്ടെ, ഇനി നിന്റെ പ്ലാൻ എന്താ? എന്നെന്തായാലും നിനക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഉണ്ണി അവന്റെ വഴിക്കും പോയി. ഇനി അത് നിന്നെ വീട്ടിൽ കൊണ്ടാകട്ടെ. അവനത് പറഞ്ഞു. ലക്ഷ്മി ഭയത്തോടെ അവനെ നോക്കി. വേണ്ട, അമ്മ എന്നെ കൊല്ലും. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? നിന്റെ ഈ ദിവ്യപ്രേമം വെച്ച് എന്നെയും വേണ്ട, വീട്ടിൽ പോകാനും പറ്റില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കഷ്ടത്തിലാവും. എനിക്കുള്ളൊരു ജീവിതം. എനിക്കിപ്പോൾ പ്രായം 28. ഇനിയും കാത്തുന്ന തന്റെ ഈ പ്രേമം കാരണം എന്റെ ജീവിതം വഴിമുട്ടി പോകും. അവന്റെ വാക്കുകളിലെ അമർഷം ലക്ഷ്മിയെ വേദനിപ്പിച്ചു. അവൾ മെല്ലെ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അറിയാം, ഒരാഴ്ച എനിക്ക് സമയം തരുമോ? ഞാൻ എന്തെങ്കിലും ജോലി നോക്കാം. ഡിഗ്രി ഉണ്ടല്ലോ, പാർട്ട് ടൈം ജോലി ഒപ്പിച്ച് ഞാൻ ഏതെങ്കിലും ഹോസ്റ്റലിലേക്ക് മാറിക്കോളാം. ആരെന്തോന്ന് ഇടവേർപ്പെട്ടു. അപ്പൊ എന്റെ അമ്മയോടും മകളോടും ഞാനെന്ത് പറയണം? അവൾക്കതിന് മറുപടിയില്ലായിരുന്നു. ഞാൻ അവരോട് മാപ്പ് പറയാം, പോരെ? അവൾ ചോദിച്ചു. അങ്ങനെയെങ്കിൽ അതൊക്കെ ഇന്ന് തന്നെ വേണം. എത്രയും വേഗം എല്ലാം പറഞ്ഞ് ക്ലിയർ ചെയ്യുന്ന നല്ലത്. ഇനിയൊരു നാടകത്തിന് എനിക്ക് വയ്യ. ആനന്ദ് അതും പറഞ്ഞ് കടലിലേക്ക് നോട്ടമാറ്റിയിരിക്കുമ്പോൾ എല്ലാം അവസാനിക്കാൻ പോകുന്നതെന്ന ആശ്വാസമാണോ, അതോ താൻ ആദ്യമായി സ്നേഹിച്ച പെണ്ണ് തന്നിൽ നിന്ന് അകന്നു പോകുന്നതിന്റെ സങ്കടമാണോ എന്ന് അവനും അറിയില്ലായിരുന്നു. ഒരു കാര്യവുമില്ലാതെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ അവർ വീട്ടുകാർ സംശയം തോന്നാതിരിക്കാൻ സന്ധ്യാഗോളം ആ നഗരത്തിൽ അങ്ങനെ ചുറ്റി നടന്നു. എങ്കിലും അവർക്കിടയിൽ ദൂരം കുറഞ്ഞില്ല. സന്ധ്യ മയങ്ങി തുടങ്ങിയതും അവർ തിരിച്ച് വീട്ടിലെത്തി. അവരെത്തുമ്പോൾ അമ്മ അവരെ കാത്തു വരാതിൽ തന്നെ ഉണ്ടായിരുന്നു. ആ, നിങ്ങൾ പോയി വന്ന മക്കളെ, വിജയമ്മ വിളിച്ചിരുന്നേ. നിങ്ങൾ അങ്ങോട്ട് എന്നാ വരികയെന്ന് ചോദിച്ച്. അമ്മയുടെ ചോദ്യത്തിന് പോമേ എന്ന് ആനന്ദ് ചുരുക്കത്തിൽ മറുപടി നൽകി മുകളിലേക്ക് നടക്കുമ്പോൾ ലക്ഷ്മി അമ്മയ്ക്ക് അടുത്ത് വന്ന് നിന്നു. മോളും പോയി ഫ്രഷായി വാ, അമ്മ കഴിക്കാനെടുക്കാം. അമ്മ സ്നേഹത്തോടെ പറഞ്ഞേക്കുമ്പോൾ ലക്ഷ്മി അവന് പിന്നാലെ റൂമിലേക്ക് ചെന്നു. അവളെ കണ്ടതും അവനൊന്നും മിണ്ടാതെ ബാൽക്കണിയിലേക്ക് നടന്നു. ലക്ഷ്മി ഒരു നിമിഷം അവനെ നോക്കിയതിനു ശേഷം കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. അവൾ കുളി കഴിഞ്ഞു വരുമ്പോൾ അവൻ റൂമിലുണ്ടായിരുന്നു. അലമാരയിൽ നിന്നൊരു മുണ്ടുമെടുത്ത് അവൻ ബാത്റൂമിലേക്ക് പോകുന്ന അവൾ അങ്ങനെ നോക്കി നിന്നിരുന്നു. അവൻ കുളി കഴിഞ്ഞു വരുമ്പോൾ അവൾ കണ്ണാടിക്കുമ്പിൽ നിന്ന് നെറ്റിയിൽ സിന്ദൂരം തൊടുകയായിരുന്നു. അറിയാതെ ഒരു നിമിഷം ആനന്ദിന്റെ കണ്ണുകൾ അവളിൽ ഉടക്കിപ്പോയിരുന്നു. എങ്കിലും അടുത്ത നിമിഷം ഒരു നെടുവീർപ്പോടെ അവൻ തിരിഞ്ഞടന്ന് അവൾ ആ കണ്ണാടിയിലൂടെ കണ്ടിരുന്നു. എല്ലാ അമ്മയോടും ആരതിയോടും തുറന്നു പറയാൻ ഉറച്ചു തന്നെയാണ് അവളൊന്ന് താഴേക്ക് നടന്നു. ആ വീടിന് മുമ്പിൽ ഒരു വലിയ മുല്ലച്ചെടിയുണ്ട്. അത് നിറയെ പൂക്കളും. അന്ന് വൈകിട്ട് കുറച്ച് മുല്ലമൊട്ടുകൾ ഇറുത്ത് അമ്മ അത് കോർക്കുകയായിരുന്നു. ലക്ഷ്മിയെ കണ്ടതും അമ്മ അവളെ അടുത്ത് വിളിച്ചു. പിന്നാലെ ആനന്ദ് അവിടെ എത്തിയിരുന്നു. അവൻ അവരുടെ സംഭാഷണം ശ്രദ്ധിച്ച് വാൽക്ക് തന്നെ നിൽക്കുമ്പോൾ അവൾ പറഞ്ഞു തുടങ്ങാൻ ബുദ്ധിമുട്ടുകയായിരുന്നു. അതൊന്നും ശ്രദ്ധിക്കാതെ അമ്മ അവളുടെ കൈകൾ പിടിച്ചു. എനിക്ക് ആനന്ദിനെ ഗർഭിണിയായിരുന്നപ്പോൾ ഒരു മോളെ വേണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷെ അവനായി പോയി വന്നത്. 2ാമത് ആരതി ഉണ്ടായപ്പോൾ വലിയ സന്തോഷമായിരുന്നു. പിന്നീട് ഇവരുടെ അച്ഛൻ പോയത് പിന്നെ ആ സന്തോഷം എല്ലാവരും പോരാട്ടായി മാറി. മോളെ പശുവിനെ വളർത്തിയും തയ്ച്ചൊക്കെയാ ഇവരെ ഈ നിലയിൽ എത്തിച്ച്. അത്രയും പറഞ്ഞ് അമ്മ ഒരു ദീർഘശ്വാസം എടുത്തു നിർത്തി. എനിക്ക് 2 ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇവ ഹോസ്പിറ്റലിൽ കൊണ്ടു നടന്നൊരു വിധത്തിൽ വെച്ചിരിക്കുക എന്നെ. ജീവിക്കാനൊരു കൊതിയും മരിക്കാനൊരു പേടിയാ മോളെ. മരിച്ചു പോയാൽ നിങ്ങളുടെ ജീവിതം കാണാൻ പറ്റില്ലല്ലോ എന്ന സങ്കടം. എന്നാലും ഈശ്വരൻ വിളിച്ചാൽ പോവണ്ടേ? അതിനു മുന്നേ എനിക്ക് എൻ്റെ മക്കളെ ഒന്ന് കാണാൻ വലിയ ആഗ്രഹം മോളെ. നീ പഠിച്ചോ, ജോലി വാങ്ങിക്കോ, അമ്മയ്ക്ക് അത് വലിയ സന്തോഷം. പക്ഷെ അതിൻ്റെ പേരിൽ ഈ ആഗ്രഹം മാറ്റി വെക്കരുത്. അമ്മ നോയിക്കോളാം കുഞ്ഞിനെ. എനിക്ക് നീ തരില്ല ഒരു പേരക്കുട്ടിയെ? അമ്മയുടെ ആ ദയനീയമായ ചോദ്യത്തിന് മുമ്പിൽ ലക്ഷ്മി ശബ്ദം പുറത്തേക്ക് വന്നില്ല. ആ സ്നേഹത്തിന് മുമ്പിൽ താൻ പറയാമെന്നൊക്കെ അവൾ വിഴുങ്ങിപ്പോയി. അറിയാതെ അവൾ പതുക്കിയൊന്ന് മൂളി. അത് കേട്ടതും ആനന്ദ് ഒരു പിടച്ചിലോട് അകത്തേക്ക് നടന്നു. നാടകം, വെറും നാടകം. അവൻ പല്ലടിച്ചു. അന്ന് രാത്രി ആനന്ദ് ഭക്ഷണം കഴിക്കാൻ പോലും താഴേക്ക് വന്നില്ല. അമ്മ ഏൽപ്പിച്ച മുല്ലപ്പൂമാലയുമായി ലക്ഷ്മി മുറിയിലേക്ക് കയറുമ്പോൾ കട്ടിലിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് അസ്വസ്ഥനായി കിടക്കുകയായിരുന്നു അവൻ. ലക്ഷ്മി പതുക്കെ കട്ടിലിനരികിൽ ചെന്ന് നിന്നു. അവൾ വന്നറിഞ്ഞ് ആനന്ദ് പെട്ടെന്ന് എഴുന്നേറ്റിരുന്നു. നീ എന്തിനാ അമ്മയോട് അങ്ങനെ കള്ളം പറഞ്ഞേ? ഒരാഴ്ച സമയം തരാൻ പറഞ്ഞിട്ട് ഇപ്പൊ പേരക്കുട്ടി തരാന്ന് വാക്കൊടുത്തു വന്നിരിക്കുന്നു. അവൻ അവൾക്ക് നേരെ ചീറുമ്പോൾ അവൾക്ക് സങ്കടം വന്നു. ഞാൻ അറിയാതെ. ലക്ഷ്മി വിതുമ്പി. അറിയാതെ ഒന്നല്ല, നിനക്ക് ആരോടും ആത്മാർത്ഥയില്ല ലക്ഷ്മി. ഒന്നുകിൽ എന്നോടന്ന് സത്യം പറയായിരുന്നു, അല്ലെങ്കിൽ അമ്മയോട് ഇന്നെല്ലാം തുറന്നു പറയണമായിരുന്നു.
ഇങ്ങനെ എല്ലാവരെയും ഒരുപോലെ പറ്റിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു ലക്ഷ്മി? അവന്റെ വാക്കിൽ ലക്ഷ്മിയുടെ നെഞ്ചിൽ തുളച്ചു കയറി. അവൾ ആ പൂമാലയിൽ ഞെരുക്കി പിടിച്ചു നിന്നു. ആ രാത്രി ആനന്ദ് വീണ്ടും ബാൽക്കണിയിലേക്ക് പോയി. ലക്ഷ്മി കട്ടിലിരുന്നു. എങ്ങനെയും എല്ലാവരോടും തുറന്നു പറയണമെന്ന് ആലോചിച്ചുകൊണ്ട്. പിറ്റേന്ന് രാവിലെ അവളോടൊന്ന് വിമലമ്മയോട് എല്ലാം തുറന്നു പറയണമെന്ന് ഉറച്ച തീരുമാനത്തോടെ തന്നെയായിരുന്നു. പക്ഷെ അമ്മ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അവരവളുടെ വീട്ടിലേക്ക് പറഞ്ഞേക്കാൻ പാടുപിടിയായിരുന്നു. അവസാനം മറ്റു വഴിയില്ലാതെ അവൾ ആനന്ദിന് മുമ്പിലെത്തി ആനന്ദിനോട് കാര്യം പറഞ്ഞു. നീ എന്താ വിചാരിച്ചിരിക്കുന്ന ലക്ഷ്മി? ഈ നാട് ഇങ്ങനെ തുടരാന്നാവും? എത്ര കാലം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും നമുക്ക്? ആനന്ദ് കലിപ്പോടെ ഷർട്ടിന്റെ ബട്ടണിട്ടു. അമ്മയുടെ മുന്നിൽ പേരക്കുട്ടിയെ തരാന്ന് വാക്ക് നില കൊടുക്കുന്നു. ഇന്നിപ്പോ വീട്ടിൽ പോകാൻ റെഡിയാവുന്നു. നീ എന്തെന്നെ കളിയാക്കിയാണോ? ആ ഒരു ദേഷ്യം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതല്ല, വീട്ടിലെത്തിയിട്ട് ഞാൻ അച്ഛനോടും അമ്മയോടും എല്ലാം പറയാം. ആ ഒരു വഴിയല്ല അമ്മയെ അറിയിക്കാൻ. ലക്ഷ്മി ഉറപ്പോടെ പറയുമ്പോഴും അവനത് കേട്ടൊന്ന് ഉറക്കെ ചിരിച്ചു. താൻ തന്റെ വീട്ടിൽ കാര്യങ്ങൾ പറഞ്ഞ് അത് എന്റെ വീട്ടിൽ അറിയിക്കാന്നല്ലേ? എന്റെ ലക്ഷ്മി താൻ ഈ പറയുന്നതിലും വേണമെന്തെങ്കിലും ഒരു നടക്കുന്ന കാര്യം. അവന്റെ വാക്കുകൾക്ക് മുമ്പിൽ അവൾ മുഖം താഴ്ത്തിപ്പോയി. വിവാഹത്തിന് മുമ്പ് ഒരു കാര്യവും പറയാൻ കഴിയാത്ത വീട്ടുകാരാണോ താൻ വിവാഹത്തിന് ശേഷം ബന്ധം വേണമെന്ന് പറയാൻ പോകുന്നത്? അവരെന്റെ കാല് പിടിച്ച് നിന്നെ വീടിന്റെ കൂടെ തന്നെ അയക്കും, അത്ര തന്നെ. അതൊന്നും നടക്കാൻ പോകുന്നു ലക്ഷ്മി. അവന് ദേഷ്യം വല്ലാതെ മുറുകിയിരുന്നു. ഈ 2 ദിവസം കൊണ്ട് തന്നെ ഞാൻ മടുത്തു. ഇനി ഇങ്ങനെ ഒളിച്ചു കളിക്കാൻ എനിക്ക് വയ്യ ലക്ഷ്മി. ഒന്നും നടക്കാൻ പോകുന്നില്ല. ഞാൻ ഏതായാലും നിന്റെ ഉണ്ണിയൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ പോവാ. സത്യങ്ങളൊക്കെ അയാളൊന്നും അറിയട്ടെ. പറ്റുമെങ്കിൽ നിന്നെ ഒന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ പറയാം. അരിശത്തോടെ അവനത് പറഞ്ഞു നിർത്തിയതും ലക്ഷ്മിയുടെ ഉള്ളൊന്ന് പിടഞ്ഞു. വേണ്ട പ്ലീസ്, അയാൾ ഇതിലേക്ക് ഇനി വലിച്ചഴിക്കരുത്. ആനന്ദ് പുരികമുയർത്തി. അതെന്താ, നീ ഇത്രയും കാലം സ്വപ്നം കണ്ട ആൾക്കരിയിലേക്ക് നിന്നെ എത്തിക്കാനല്ലേ ഞാൻ ശ്രമിക്കുന്നത്? പിന്നെന്താ ഇത്ര പേടി? ലക്ഷ്മിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണുകൾ തറയിലേക്ക് താഴ്ന്നു. ഒരിക്കലും അയാൾ തന്നെ കൈവിട്ടാണെന്ന ചിന്ത അവളെ തളർത്തി. എങ്കിലും ഒടുവിൽ ദയനീയ നോട്ടത്തോടെ അവൾ ചോദിച്ചു, എനിക്കിത്തിരി സമയം തരുമോ? എല്ലാം മറന്ന് പുതിയൊരു ജീവിതം തുടങ്ങാൻ. ലക്ഷ്മിയുടെ ആ വാക്കിൽ കേട്ടതും ആനന്ദ് വല്ലാതെ ചിരിച്ചു. ആ ചിരിയിൽ വല്ലാത്തൊരു വേദന കടന്നു നിന്നു. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, സമയം? നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ ലക്ഷ്മി. പക്ഷേ അത് എന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനാവരുത്. ആ വാക്കുകൾക്ക് ലക്ഷ്മി നിസ്സായതയോടെ കാതോർക്കുമ്പോൾ അവനെയും കുറ്റപ്പെടുത്താൻ അവൾക്കായില്ല. ആനന്ദ് തണുത്ത സ്വരത്തിൽ തുടർന്നു, എനിക്കിനി എങ്ങോട്ടും വരാൻ പറ്റില്ല. നിന്റെ വീട്ടുകാരുടെ മുമ്പിലേക്ക് ഞാൻ ചെന്നാ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകും. നിനക്ക് പറ്റുമെങ്കിൽ സത്യന്റെ വീട്ടുകാരെ അറിയിക്കുക. ഈ കഴുത്തിലെ താലി അറുത്തുമാറ്റ ഏതായാലും 1 വർഷം നിയമപരമായി വേണം. അതുവരെ നിനക്കിവിടെ നിൽക്കാം. നിന്റെ PG പൂർത്തിയാക്കാം, അത്രമാത്രം. അതിനപ്പുറം ഒരു ഭാര്യയുടെ സ്ഥാനമോ പരിഗണനയോ ഇനി എന്നിൽ നിന്നുണ്ടാവില്ല. അറുത്തു മുറിച്ച പോലെയുള്ള ആ വാക്കുകൾ ലക്ഷ്മിയുടെ ഉള്ളുവിങ്ങി. തിരിഞ്ഞെന്നൊരു ചോദ്യം പോലും ചോദിക്കാൻ അവൾക്കായില്ല. കാരണം അവന്റെ ഭാഗത്താണ് ന്യായമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. വഞ്ചിക്കപ്പെട്ടവന്റെ ആത്മരോഷമാണ് അവന്റെ ഓരോ വാക്കിലും പതഞ്ഞു പൊങ്ങുന്നത് അവൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ലക്ഷ്മി ഒരു ദീർഘശ്വാസം എടുത്തു. അതുവരെ ഉണ്ടായിരുന്ന ആ പൊട്ടിപ്പെണ്ണിൽ നിന്നും ആ സംസാരം അവളെ പക്വതയിലേക്ക് നയിക്കുകയായിരുന്നു. അവൾ മനസ്സിൽ ചിലത് ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇനി ഈ മനുഷ്യന് ദ്രോഹം ഉണ്ടാക്കരുത്. ശാന്തമായി ഒന്നിനും പരാതിയില്ലാതെ ഇവിടുന്ന് ഒഴിഞ്ഞു പോകണം. ആനന്ദ് ബാൽക്കണിയിലേക്ക് നടന്നു. ലക്ഷ്മി ആ മുറിയിലെ മൗനത്തിലേക്ക് തനിച്ചായി. ആ മഞ്ഞ ചരടിന്റെ ഭാരം അവളുടെ കഴുത്തിൽ അപ്പോഴും മുറുകുന്ന പോലെ അവൾക്ക് തോന്നി. പിന്നെയും കുറെ നേരം ആ മുറിയിലെ ഏകാന്തതയിൽ തന്നെ അവൾ ഇരുന്നു. ശേഷം കണ്ണുനീർ തുടച്ച് പതുക്കെ താഴേക്ക് ഇറങ്ങി. ആനന്ദ് അപ്പോഴും ആ ബാൽക്കണിയിൽ തന്നെ ഉണ്ടായിരുന്നു. താഴെ ഹാളിൽ വിമലമ്മയെ ആരതി അവരെ യാത്രയാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു. ലക്ഷ്മിയെ കണ്ടതും അമ്മ പുഞ്ചിരിയോട് അവൾ അരികിലേക്ക് വിളിച്ചു. മോളെന്താ റെഡിയാവാഞ്ഞ്? ആനന്ദിനോട് വണ്ടി ഇറക്കാൻ പറ, സമയം വൈകുന്നു. അമ്മ അവളുടെ തോളിൽ കൈവച്ചു. അമ്മയുടെ ആ സ്നേഹസ്പർശനം ലക്ഷ്മിക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരുന്നു. ആ അമ്മയോട് ഇനിയും സത്യം മറച്ചു വെക്കാൻ തെറ്റാണെന്ന് അവൾക്ക് തോന്നി. ഞങ്ങളെ കൊണ്ട് പോകുന്നില്ല അമ്മേ. അവൾ ആ കണ്ണിലേക്ക് നോക്കി പറയുമ്പോൾ ആ അമ്മ ഒന്നും മനസ്സിലാവാതെ അവൾ തന്നെ നോക്കി നിന്നു. ഞങ്ങൾക്കിടയിൽ ഒന്നുമില്ല അമ്മേ. മറ്റൊരുത്തന്നെ മനസ്സിൽ കൊണ്ടുവരുന്ന എന്നെ അമ്മയുടെ മോനെ തലയിൽ വെച്ച് കിട്ടിയ എൻ്റെ വീട്ടുകാർ. അവിടേക്ക് ഞാനിങ്ങനെ നിർബന്ധിച്ച് അമ്മയുടെ മോനെ കൊണ്ടുപോകും. ഒരേ ഈ കരച്ചിലോടെ അവളെല്ലാം അമ്മയോട് തുറന്നു പറയുമ്പോൾ എന്തു പറയണമെന്നറിയാതെ അമ്മ സ്തംഭിച്ചിരുന്നു പോയിരുന്നു. ആരതിക്കും ഒന്നിനും മറുപടിയില്ലായിരുന്നു. എങ്കിലും അവളെ കുറ്റപ്പെടുത്താനും തോന്നിയില്ല. ഒരു നിമിഷത്തെ നിശബ്ദതയ്ക്ക് ശേഷം ആ അമ്മ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മോള് കരയാതെ, സാരമില്ല. അമ്മയുടെ ശാന്തമായ സ്വരം കേട്ട് ലക്ഷ്മി അത്ഭുതത്തോടെ അവർ നോക്കി. ഇതൊക്കെ ഈ ലോകത്ത് പറയെടുത്ത് നടക്കുന്നതിനല്ലേ മോളെ? മനുഷ്യരല്ലേ, തെറ്റുകൾ പറ്റും. പക്ഷെ ആ തെറ്റ് തിരിച്ചറിഞ്ഞ് ഇങ്ങനെ വന്നു നിൽക്കാൻ ഒരു മനസ്സ് വേണം. അതിന് എൻ്റെ മോൾക്ക് പറ്റിയില്ലേ? നീ വിഷമിക്കണ്ട, അമ്മ സംസാരിക്കാം അവനോട്. അവൻ പാവ, നിന്നെ അവൻ മനസ്സിലാക്കും. അമ്മ അത് പറഞ്ഞു തീരും മുമ്പേ പടികളിറങ്ങി വരുന്ന ആനന്ദിന്റെ ശബ്ദം മുഴങ്ങി. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല അമ്മേ. ആനന്ദ് ഗൗരവത്തിൽ താഴേക്ക് വന്നു. അവന്റെ കണ്ണുകളിൽ പഴയ ദേഷ്യമല്ലായിരുന്നു, പകരം മരവിച്ചൊരു ഭാവമായിരുന്നു. നടന്നൊക്കെ നടന്നു. കഴിഞ്ഞുപോയ കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് ഇനി കാര്യമില്ല. അമ്മയോട് വിളിത് പറഞ്ഞു നന്നായി. ഇനി ഈ വീട്ടിൽ ഒളിച്ചുകളിലും വേണ്ടല്ലോ. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് തീരുമാനിക്കാം. അവൻ ആരെയും നോക്കാതെ കയ്യിലിരുന്ന താക്കോലുമായി പുറത്തേക്ക് നടക്കുമ്പോൾ ലക്ഷ്മി അവനെ തന്നെ നോക്കി നിന്നു.
2 ദിവസം മുന്നേ എൻ്റെ പൊട്ടബുദ്ധിക്ക് നിങ്ങളെ ഞാൻ എത്രമാത്രം വെറുത്തുവോ. ഇന്ന് അതിൻ്റെ 100 മടങ്ങ് നിങ്ങളോട് എനിക്ക് ബഹുമാനമാണ് ആനന്ദേട്ടാ. ചെയ്തത് തെറ്റാണെന്നറിയാം, അത് തിരുത്താനും പറ്റുന്നില്ല. പക്ഷെ തന്നാലാവും ഇത് ഞാൻ പ്രായശ്ചിത്തം ചെയ്യും. അവളുടെ ചിന്തകൾ ഉറച്ചതായിരുന്നു. വീട്ടിൽ നിന്നിറങ്ങിയ ആനന്ദ് ലക്ഷ്യമില്ലാതെ നഗരത്തിലൂടെ കുറെ അലഞ്ഞു. ബുള്ളറ്റിന്റെ വേഗതക്കൊപ്പം അവന്റെ ഉള്ളിലെ ചിന്തകളും പായുകയായിരുന്നു. അവളോട് അത്രയും കടുപ്പത്തിൽ പ്രണയമായിരുന്നു അറിയില്ല. പക്ഷേ വഞ്ചിക്കപ്പെട്ടവന്റെ ആത്മരോഷം അവനിൽ അണയാതെ നിൽക്കുന്നു. അതേസമയം ആ ദേഷ്യത്തിന്റെ ഏതോ കോണിൽ അവളോട് ഇന്നും വല്ലാത്തൊരു ഇഷ്ടം അവശേഷിക്കുന്നത് അവൻ അറിഞ്ഞു. മനസ്സിനെ ശാന്തമാക്കാൻ കഴിയാതെ അലഞ്ഞു തിരിഞ്ഞ് വൈകിട്ടോടെ അവൻ വീട്ടിൽ തിരിച്ചെത്തി. വീടാകെ വല്ലാത്തൊരു ശൂന്യതയായിരുന്നു. അമ്മയും ആരതിയും നേരത്തെ കിടന്നുവെന്നും തോന്നി. അവൻ ശബ്ദമുണ്ടാക്കാതെ മുൻവാതിലടച്ച് മുകളിലെ മുറിയിലേക്ക് നടന്നു. മുറിയുടെ വാതിൽ തുറന്ന് അവനകത്തേക്ക് കയറുമ്പോൾ ലക്ഷ്മി ബാത്റൂമിലായിരുന്നു. താഴെ നിലത്ത് അവൾ കിടക്കാനായി ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അവനൊന്ന് അതിലേക്ക് നോക്കി. ബാൽക്കണിയിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് ലക്ഷ്മി പുറത്തേക്ക് വന്നത്. അവനെ കണ്ടതും അവളും നിന്നു. അവൻ അവളെ ശ്രദ്ധിക്കാത്ത ഭാഗത്തിൽ പുറത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അവൾ പതുക്കെ വിളിച്ചു, ആനന്ദേട്ടാ. അവൻ തിരിഞ്ഞു നോക്കാതെ തന്നെ നിന്നു. പുറത്തന്നെ തണുപ്പുണ്ട്, ഏട്ടനോട് കട്ടിൽ കിടന്നു, ഞാൻ താഴെ കിടന്നോളാം. അവളുടെ വാക്കുകൾ ആനന്ദ് അവളെ ഇരുത്തി നോക്കിയ ശേഷം ഒന്നുമിണ്ടാതെ വീണ്ടും ബാൽക്കണിയിലേക്ക് കടന്നു. ലക്ഷ്മിക്ക് ദേഷ്യം വന്നു. ഏട്ടൻ കേട്ടില്ല ഞാൻ പറഞ്ഞ്, ആ തണുപ്പത്ത് പോയിരുന്ന അസുഖം വരും. നിങ്ങൾ ഇവിടെ വന്ന് കിടക്കൂ, ഞാൻ ഇവിടെ കിടന്നോളാം. അവൾ അല്പ ഉച്ചത്തിൽ പറഞ്ഞുവെങ്കിലും ആനന്ദ് അത് കേട്ട ഭാവം നടിക്കാതെ ബാൽക്കണിയിലെ കസേരയിലേക്ക് ചെന്നിരുന്നു. അതുകൂടെ കണ്ടതും അവൾക്ക് സഹിക്കാൻ പറ്റിയില്ല. ആൾ അവനെ നോക്കിയ ശേഷം താൻ നിലത്തിരിച്ച ഷീറ്റ് എടുത്ത് കട്ടിലേക്ക് എറിഞ്ഞ് ആ വെറും തറയിലേക്ക് ചുരുണ്ടുകൂടി കിടന്നു. ആനന്ദൊന്ന് പായിച്ചുവെങ്കിലും അവൻ അതിനും പ്രതികരിച്ചില്ല. സമയം കടന്നുപോയി. രാത്രി മുന്നോട്ട് പോകും തോറും തണുപ്പ് അസ്ഥികളിലേക്ക് അരിച്ചു കയറാൻ തുടങ്ങി. ആളോട് വാശിയാട്ടി ബാൽക്കണിയിൽ നിന്ന് ആനന്ദിന് പോലും അത് അസഹനീയമായി തോന്നിയപ്പോൾ അകത്ത് വെറും നിലത്തിടക്കുന്ന അവളുടെ കാര്യം അവൻ ചിന്തിച്ചു. എന്തോ അവൻ പതുക്കെ മുറിയിലേക്ക് നടന്നു. തണുത്ത ടൈൽ തറയിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന ലക്ഷ്മിയെ കണ്ടതും അവന്റെ ഉള്ളൊന്ന് പതറി. തണുപ്പുകൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു അവൾ. വിറയിൽ കാരണം അവൾ ശ്വാസം പോലും വിടാൻ പ്രയാസപ്പെടുന്ന കണ്ടപ്പോൾ അവന്റെ ഉള്ളിലെ വാശി അലിഞ്ഞുപോയി. ഞാൻ കരുതിയതുപോലെയല്ല, വല്ലാത്ത വാശികാരിയാ നീയും. അവൻ പതുക്കെ പിറുവിറുത്തുകൊണ്ട് അവളെ പതുക്കെ എടുത്ത് കട്ടിലേക്ക് കിടത്തി. അവന്റെ കൈകളുടെ ചൂടറിഞ്ഞവൾ ആ നിമിഷം അവളിലേക്ക് കുറച്ചുകൂടി ചേർന്ന് നിന്നു. അറിയാതെ ആ നിമിഷം അവനവളുടെ ആ മുഖത്തേക്ക് അല്പനേരം നോക്കി നിന്നിരുന്നു. എന്തിനാണ് നീ ആ ഉണ്ണിയെ സ്നേഹിച്ച്? അല്ലെങ്കിൽ നിനക്ക് എന്നോടെല്ലാം ശാന്തമായി തുറന്ന് പറയരുതായിരുന്നു? എല്ലാം മറക്കാൻ ഇത്തിരി സമയം വേണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിന്നെ ചേർത്ത് പിടിക്കായിരുന്നു. ഇവിടെ നീ എൻ്റെ ഉള്ളിനെ കൊന്നുകളഞ്ഞില്ലേ? അവന്റെ ഉള്ളിലും പരിഭവങ്ങളുടെ ഒരു കെട്ട് തന്നെ ഉണ്ടായിരുന്നു. ഒരു നെടുവീർപ്പോടവൻ ഇതൊന്നും അറിയാതെ ഉറങ്ങുന്നവരെ നന്നായി പുതപ്പിച്ചു. അവളുടെ കിടങ്ങിലൊന്നും മാറുന്നവരെ അവൻ അവൾക്കരികിൽ കാവലിരുന്നു. പുറത്തെ തണുപ്പ് അപ്പോഴും മുറിക്കുള്ളിലേക്ക് പടരുന്നുണ്ടായിരുന്നു. താഴെ കിടക്കാൻ അവനും തോന്നിയില്ല. ലക്ഷ്മി ഉണർത്താതെ കട്ടിലിന്റെ ഒരറ്റത്ത് അവനും കിടന്നു. പുറമെ അവളോട് വാശി കാണിക്കുന്നുണ്ടെങ്കിലും അകമേ താൻ അവളിലേക്ക് അടുക്കുകയാണോ എന്നറിയാതെ എപ്പോഴും അവൻ ഉറങ്ങിപ്പോയിരുന്നു. അടുത്ത ദിവസം രാവിലെ ആനന്ദ് കണ്ണു തുറക്കുമ്പോൾ ലക്ഷ്മി എങ്ങോട്ടോ പോവാനെന്ന പോലെ ഒരുങ്ങി കണ്ണാടിക്കുമ്പിൽ നിന്ന് മുടിയൊതുക്കുകയാണ്. കണ്ണുകൾ തിരുമ്മി കട്ടിൽ എഴുന്നേറ്റിരുന്ന ആനന്ദ് നെറ്റി വിളിച്ചുകൊണ്ട് ആ സംശയത്തോടെ അവളെ നോക്കി. എന്താണോ ലക്ഷ്മി രാവിലെ? അവൻ ഗൗരവം വിടാതെ ചോദിച്ചു. ലക്ഷ്മി ഒരു ചിരിയോടെ പറഞ്ഞു, ഞാൻ കോളേജിൽ പോയിറങ്ങുക, ഇനി ഇങ്ങനെ അവധിയെടുത്ത് വീട്ടിൽ നിന്ന് ശരിയാവില്ല. വലിയ ഭാഭേദങ്ങളൊന്നുമില്ലാതെയാണ് പറഞ്ഞെങ്കിലും എന്തോ അവിടെ പെരുമാറ്റത്തിൽ ഒരു ഉണർവ് വന്നത് അവനും അറിഞ്ഞു. അല്ല, അതിനും ഒരു കാര്യം അറിയണമായിരുന്നു. ഇന്നലെ രാത്രി എന്നെ തറയിൽ നിന്നെടുത്ത് ഈ കട്ടിൽ കിടത്തിയത് ആനന്ദേട്ടനാണോ? ആൾ പുരികമുയർത്തി ചോദിച്ചു. അല്ലാതെ പിന്നെ ഈ മുറിയിൽ വേറെ ആരെങ്കിലും ഉണ്ടോ തനിക്ക് കാവലിരിക്കാൻ? അവന്റെ ആ കടുപ്പത്തിലുള്ള മറുപടിക്ക് അവൾ പതിവില്ലാതെ ചിരിച്ചുകൊണ്ട് വീണ്ടും കണ്ണാടിയിലേക്ക് നോക്കി. അതവിടെ നിൽക്കട്ടെ, താൻ കോളേജിൽ പോകുന്ന കാര്യം എന്നോട് പറഞ്ഞില്ലല്ലോ. അതിന് ഞാൻ പറയുന്നത് കേൾക്കാൻ എപ്പോഴാ ആനന്ദേട്ടൻ നിന്നിരുന്നു? ആളുടെ വിട്ടുകൊടുക്കാതെയുള്ള മറുപടി അറിയുമ്പോൾ ആനന്ദൊന്ന് പതറി. ഇവൾക്ക് ഇത് എന്തു പറ്റി? പതിവില്ലാത്തൊരു മാറ്റം. അവൻ പതുക്കെ കട്ടിൽ നിന്ന് എഴുന്നേറ്റു. ഓഹോ, അപ്പൊ താൻ പറഞ്ഞൊക്കെ നല്ല കാര്യങ്ങളായിരുന്നല്ലോ അല്ലേ? അത് കേൾക്കാൻ നിൽക്കാത്ത വലിയ തെറ്റായിപ്പോയി, സോറി. അവൻ പരിഹാസത്തോടെ പിറുവിറുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ ലക്ഷ്മി അതൊന്നും ശ്രദ്ധിക്കാതെ നെറ്റിയിൽ സിന്ദൂരം ഇടുന്നുണ്ടായിരുന്നു. ആനന്ദ് പെട്ടെന്ന് നിന്ന് അവളെ രൂക്ഷമായി നോക്കി. ഇതൊക്കെ എന്തിനാണോ ഇപ്പോ? തനിക്ക് ഈ താലിയോടും സിന്ദൂരത്തോട് വെറുപ്പാണെന്നല്ലേ പറഞ്ഞ്, പിന്നെ നീ കാണിച്ചു കൂട്ടുന്നു? അവന്റെ സ്വരത്തിൽ വീണ്ടും കടുപ്പ് നിറഞ്ഞു. ലക്ഷ്മി സിന്ദൂരിച്ചെപ്പ് അടച്ചു വെച്ച് വീണ്ടും അവന് നേരെ തിരിയുമ്പോൾ അവൻ അവളുടെ മറുപടിക്കായി കാത്തിരിക്കുകയായിരുന്നു. ഇരിക്കട്ടെ ആനന്ദേട്ടാ, ഏതായാലും നിയമപരമായിട്ട് 1 വർഷം നമ്മൾ ഭാര്യയും ഭർത്താവായിട്ട് വീട്ടിൽ കഴിയേണ്ടതല്ലേ? അതുവരെ നാട്ടുകാരുടെ മുമ്പിൽ ഇത്തിരി ഷോ ഒക്കെ കാണിക്കാന്ന് വെച്ചു. അതിലൊരു രസമില്ലേ? അവിടെ ആ പറച്ചിലേട്ട് ആനന്ദി ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. ഇന്നലെ വരെ ഭയന്ന് വിറച്ച് കണ്ണീരൊഴിക്കുന്ന ആ പെണ്ണ് തന്നെയല്ലേ ഇത്? അവൾക്ക് ഇന്നൊരു കൂടുതലാണോ എന്നൊരു സംശയം. ഞാൻ താഴേക്ക് പോവാ. ആനന്ദ് എന്തെങ്കിലും പറയുന്നതിന് മുമ്പേ ലക്ഷ്മി അതും പറഞ്ഞ് വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നിരുന്നു. അവൾ പോകുന്നത് നോക്കി അവനും ബാത്റൂമിലേക്ക് നോക്കുമ്പോൾ ആ ചുണ്ടിൽ അവൻ പോലും അറിയാതെ ഒരു പുഞ്ചിരി വിരിഞ്ഞു നിന്നിരുന്നു.
കുളി കഴിഞ്ഞ് ഒരു ഇളം പച്ച ഷർട്ടും കരയുള്ള മുണ്ടുമെടുത്ത് ആനന്ദ് താഴേക്ക് വരുമ്പോൾ ഡൈനിങ് ടേബിൾ പാത്രങ്ങൾ നിരത്തി തിരക്കിലായിരുന്നു ലക്ഷ്മിയും ആരതിയും. ഇന്നലെ ലക്ഷ്മിയിൽ നിന്ന് സത്യങ്ങളെല്ലാം കേട്ടതിന്റെ വല്ലായ്മ വിമലമ്മയുടെ മുഖത്ത് വ്യക്തമായിരുന്നു. അമ്മ ഹാളിലെ കസേരയിൽ ആലോചിച്ചിരിക്കുമ്പോൾ ആനന്ദ് അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിൽ മുന്നോട്ട് വന്നു. അവനെ കണ്ടതും അമ്മ പതുക്കെ എഴുന്നേറ്റ് അടുക്കള ഭാഗത്തേക്ക് നടന്നു. ആനന്ദ് വന്നിരിക്കെ, ചായ എടുക്കാം. അവൻ ടേബിളിന് മുമ്പിലെ കസേരയിലേക്ക് ഇരുന്നു. ലക്ഷ്മി അവന് നേരെ ചായ ഗ്ലാസ് വെച്ച് കൊടുത്തെങ്കിലും അവന്റെ മുഖത്തേക്ക് നോക്കാതെ വേഗം തിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത്. ശേഷം അമ്മ തന്നെ ചൂടുള്ള ദോശയും ചമ്മന്തിയുമായി വന്ന് ടേബിൾ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇന്ന് എന്നേക്കാൾ മുന്നേ ലക്ഷ്മി മോളാണ് എഴുന്നേറ്റ്. ഞാൻ അടുക്കള കയറുമ്പോഴേക്കും അവളുടെ പകുതി പണി തീർത്തിരുന്നു. ഈ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയത് മോളാ. അമ്മ വല്ലാത്തൊരു സന്തോഷത്തോടെ അത് പറയുമ്പോൾ ആനന്ദ് പതുക്കെ തലയുയർത്തി ലക്ഷ്മിയെ നോക്കി. അവൾ പക്ഷെ അവന് നോട്ടത്തിന് മുഖം കൊടുക്കാതെ ഭിത്തിയിലെ കലണ്ടറിലേക്ക് നോക്കി. തികച്ചും അപരിചിതയെ പോലെ നിൽക്കുകയാണ്. ആഹാ, ചേച്ചി ഉണ്ടാക്കിയോണ്ടാണെന്ന് അറിയില്ല, ദോശ കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് ഏട്ടാ, കഴിച്ചു നോക്ക്. ആരതി ആവേശത്തോടെ ആനന്ദിന്റെ പ്ലേറ്റിലേക്ക് ഒരു ദോശ കൂടി ഇട്ടെടുത്തു. ആനന്ദ് പതുക്കിയ ദോശ കഷ്ണം ചമ്മന്തിയിൽ മുക്കി വായിലേക്ക് വെച്ചു. വല്ലാത്തൊരു രുചി. അവനറിയാതെ വീണ്ടും അവളിൽ നിന്ന് പാളി നോക്കുമ്പോൾ അവൾ വേഗം അടുക്കളയിലേക്ക് പോയി. ഇവൾക്ക് വാചകം മാത്രമല്ല, പാചകവും നല്ല വശമുണ്ടല്ലേ. അതും മനസ്സിൽ പറഞ്ഞ് അവൻ ഒന്നുകൂടി അവളെ നോക്കിയെങ്കിലും അവൻ പിന്നെ പുറത്തേക്ക് വന്നില്ല. അടുക്കളയിൽ വെച്ച് തന്നെ ഭക്ഷണം കഴിച്ചു. കോളേജ് ബാഗും തോളിലിട്ട് വരാന്തയിലേക്ക് ഇറങ്ങി. അമ്മേ മോളെ, ഞാൻ ഇറങ്ങുക കേട്ടോ. അവൾ അവരോട് യാത്ര പറഞ്ഞ് മുന്നോട്ട് കിടക്കുമ്പോൾ കഴിച്ചുകൊണ്ടിരുന്ന ആനന്ദ് പെട്ടെന്ന് കഴിക്കൽ നിർത്തി ഉമ്മറത്തേക്ക് നോക്കി. ഇതെന്താ ഇവള് എന്നോട് മാത്രം യാത്ര പറയാത്ത? ഈ വീട്ടിൽ ഇവർക്കിടയിൽ ഞാനിരിക്കുന്ന കണ്ടില്ലേ ഇവള്? അവൻ്റെ ഉള്ളിൽ എന്തോ ഒരു പരിഭവം നിറഞ്ഞു. എങ്കിലും കഴിച്ചുകൊണ്ടിരുന്ന് വേഗം അകത്താക്കി എഴുന്നേറ്റ് കൈ കഴുകി തോർത്തുമായി അവൻ വരാന്തയിലേക്ക് ഓടി. ലക്ഷ്മി അപ്പോഴേക്കും മുറ്റം കടന്ന് ഗേറ്റിലേക്ക് നടക്കാൻ തുടങ്ങിയിരുന്നു. അതേ ലക്ഷ്മി, നിൽക്ക്, ഞാനും വഴിക്കാ സ്റ്റേഷനിലേക്ക് പോകുന്നു. നിന്നെ ആ കോളേജിൽ വിടാം. അവൻ വരാന്തയിൽ നിന്ന് അല്പ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ലക്ഷ്മി നടത്തി നിർത്തി തിരിഞ്ഞു. അത് വേണ്ട എന്തേട്ടാ, ഞാൻ ബസ്സിന് പോയിക്കോളാം. തൽക്കാലം ഇതെങ്കിലും നീ ഞാൻ പറയുന്നത് കേൾക്ക്, ഞാൻ കൊണ്ടാക്കാം. ആനന്ദ് അല്പം ഗൗരവത്തിൽ തന്നെ നിൽക്കുമ്പോൾ അവളും പിന്നെ എതിർത്തില്ല. അവൻ വേഗം പോയി ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്ത് അവളുടെ അരികിലേക്ക് കൊണ്ടുവന്ന് നിർത്തി. ലക്ഷ്മിക്ക് അതിലേക്ക് കയറാനൊരു മടി പോലെ. ഇങ്ങോട്ട് കയറടി, വായി നോക്കിക്കാതെ. അവൻ വണ്ടിയിൽ നിന്ന് കരിപ്പെടുത്തും ലക്ഷ്മി ബൈക്കിൽ ചാടി കയറി പോയിരുന്നു. അവൾ പരമാവധി അവന്റെ ശരീരത്തിൽ മുട്ടാതെ അകന്നിരിക്കാൻ ശ്രമിക്കുമ്പോൾ ആനന്ദ് ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. ഈ കാഴ്ച വരാന്തയിൽ നിന്ന വിമലമ്മയുടെ ആരതിയുടെ മുഖത്തുണ്ടാക്കിയ ആശ്വാസം കുറച്ചൊന്നും ആയിരുന്നില്ല. അവർക്കിടയിലെ ആകലം പതുക്കെ കുറഞ്ഞു വരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെയാണ് അവരകത്തേക്ക് നടന്നു. മുന്നോട്ടുള്ള യാത്രയിൽ ആ ബുള്ളറ്റിന്റെ ശബ്ദം മാത്രമാണ് അവർക്കിടയിൽ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ആനന്ദ് ആ മൗനം മുറിച്ചുകൊണ്ട് കണ്ണാടിയിലൂടെ അവളെ ഒന്ന് പാളി നോക്കി ചോദിച്ചു, കല്യാണം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം തന്നെ നീ വീണ്ടും കോളേജ് ചെന്നാ? അവിടെ ആരെങ്കിലും ചോദിക്കില്ലേ പെട്ടെന്ന് എന്താ ഇങ്ങോട്ട് പോകുന്നതെന്ന്? ചോദിക്കും. അപ്പൊ ഞാൻ പറയും, ഭർത്താവ് പറഞ്ഞു പഠിച്ച് നല്ലൊരു ജോലി വാങ്ങുന്നതാണ് പ്രധാനം എന്ന് പറഞ്ഞു വന്ന്. അതുകൊള്ളാം. അവളുടെ മറുപടിക്ക് അവളിൽ ഇടയ്ക്കിടെ മിന്നിമായുന്ന കുറുമ്പാവൻ മിററിലൂടെ കാണുന്നുണ്ടായിരുന്നു. താനെന്ന് ആദ്യമായി അവളെ കാണുമ്പോൾ ആ കണ്ണുകൾ കണ്ടിരുന്ന അതേ കുറുമ്പ്. എങ്കിലും അവൻ ഗൗരവം വിട്ടില്ല. ബുള്ളറ്റ് നേരെ കോളേജ് ഗേറ്റിന് മുമ്പിലെത്തി. വണ്ടി നിർത്തിയതും ലക്ഷ്മി പതുക്കെ പിന്നിൽ നിന്നിറങ്ങി അവന് മുന്നിലേക്ക് നിന്നു. നാളെ ഞാനും ഓഫീസിൽ തിരികെ ജോയിൻ ചെയ്യാൻ പോവാ. അപ്പൊ അവിടെ ചോദിക്കില്ലേ പെട്ടെന്ന് എന്താ ലീവ് തീരുന്നതിന് മുമ്പ് തിരികെ വന്നെന്ന്? അവളും അതേ ചോദ്യം തിരിച്ചു ചോദിക്കുമ്പോൾ അവനും നെടുവീർപ്പെട്ടു. ഭാര്യയ്ക്ക് എക്സാം ആയതുകൊണ്ട് അവൾ കോളേജിൽ പോയി തുടങ്ങിയെന്ന് പറയും. പെട്ടുപോയില്ലേ, ഇനി നിന്നല്ലേ പറ്റൂ. അതും പറഞ്ഞ് അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അവന്റെ വാക്കുകൾ അവളുടെ ഉള്ളിൽ എവിടെയോ കൊളുത്തി വിളിച്ചിരുന്നു. എങ്കിലും ആരെയൊന്നും അറിയിക്കാതെ അവൾ മുന്നോട്ട് തന്നെ നടന്നു. അന്ന് വൈകിട്ട് ലക്ഷ്മി പതിവിലും കുറച്ച് നേരത്തെ തന്നെ കോളേജിൽ നിന്നും വീട്ടിലേക്ക് തിരിച്ചെത്തി. അവൾ വരുമ്പോഴും ആനന്ദി വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നില്ല. മോളെ, ആനന്ദേട്ടൻ എന്നും ഇങ്ങനെ പുറത്തു തന്നെയാണോ? ഇടയ്ക്ക് ആരതിയോട് അവൾ ചോദിക്കുമ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസം കൊണ്ടാണ് ഇങ്ങനെയെന്ന് അവൾ പറഞ്ഞു. അതിന് കാരണം താനാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഉള്ളിലൊരു നീറ്റൽ പോലെ. സന്ധ്യാവും വരെയും അവൻ തിരിച്ചെത്തിയിരുന്നില്ല. അന്ന് സന്ധ്യക്ക് അവളായിരുന്നു വീട്ടിൽ വിളക്ക് വെച്ചത്. വരാന്തയിൽ വിളക്ക് കൊളുത്തി അവൾ അകത്തേക്ക് നടക്കാൻ തുടങ്ങുമ്പോൾ അവന്റെ ബൈക്ക് മുറ്റത്തെത്തിയ ശബ്ദം അവൾ കേട്ടു. മുഖമുയർത്തി അവൾ അവനെ നോക്കുമ്പോൾ അവൻ ബുള്ളറ്റിൽ നിന്നിറങ്ങി മുന്നോട്ട് നടക്കുകയായിരുന്നു. പതിവിന് വിപരീതമായി അമ്മയുടെ നേരിത് വീട്ടിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ അറിയാതെ ഒന്ന് നോക്കിപ്പോയി. ആരതി നിർബന്ധിച്ചപ്പോൾ കൊടുത്തതാ. അവന്റെ നോട്ടം കണ്ട് അവൾ പറഞ്ഞെങ്കിലും ഞാൻ ചോദിച്ചില്ലല്ലോ എന്നായിരുന്നു മറുപടി. അവളൊന്ന് വിളറി. നീ ഇങ്ങനെ വിളക്കും വെച്ച് വീട്ടു ജോലി ചെയ്ത് നല്ല വിളായി നടന്നാ എന്റെ അമ്മ നിന്നെ വല്ലാതെ സ്നേഹിച്ചു പോകും ലക്ഷ്മി. അവസാനം ആ 1 വർഷം കഴിഞ്ഞ് നീ ഇവിടുന്ന് പോകുമ്പോ ആ പാവത്തിനെ സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇത്രയും അടുപ്പം കാണിക്കാതിരിക്കുന്ന നല്ലത്. ഒട്ടും ദയില്ലാതെ അറുത്തു മുറിക്കും പോലെ അവന്റെ വാക്കുകൾ കേട്ടിട്ടും ലക്ഷ്മി തിരികെ ഒരു മറുപടിയും പറഞ്ഞില്ല. എന്തു പറയാൻ, തെറ്റുകാരി താനല്ലേ. സ്വയം ശപിച്ച് അവൾ മുന്നോട്ട് പോകുമ്പോൾ താൻ പറഞ്ഞ കൂടിപ്പോയെന്ന് ചിന്തിച്ചാണ് അവന് മുകളിലേക്ക് പോയത്. അന്നും ആനന്ദ് ഭക്ഷണം കഴിക്കാൻ താഴേക്ക് വന്നില്ല. അമ്മ നിർബന്ധിച്ചെങ്കിലും വിശപ്പില്ലെന്ന് പറഞ്ഞ് അവൻ ഒഴിവായി. രാത്രി കിടക്കാൻ സമയമായപ്പോൾ ലക്ഷ്മി പതിയെ മുകളിലെ മുറിയിലേക്ക് നടന്നു. അപ്പോഴും താഴെ വെച്ച് കണ്ട അതേ നേരിയ വേഷം തന്നെയായിരുന്നു അവളുടേത്.
ആൾ മുറിയിലേക്ക് കയറുമ്പോൾ ആനന്ദ് കട്ടിലൊരു വശത്തേക്ക് തിരിഞ്ഞിടക്കുകയായിരുന്നു. ഉറങ്ങിയിട്ടില്ലെന്ന് അവന്റെ ശ്വാസഗതിയിൽ നിന്ന് അവൾക്ക് മനസ്സിലായി. ഇന്നും തറയിൽ കിടന്ന് വാശി കാണിച്ചാൽ അവൻ വീണ്ടും ദേഷ്യപ്പെടുമെന്ന് അവൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ പതുക്കെ കട്ടിലിനരിയിലേക്ക് ചെന്നു. അവനെ ശല്യം ചെയ്യാത്ത വിധം അവൾ ആ കട്ടിലിന് സൈഡിലേക്ക് കിടന്നു. അവനതറിഞ്ഞിട്ടും അവളെന്ന് നോക്കാൻ കൂട്ടാക്കിയില്ല. എങ്കിലും ആ നിമിഷമുള്ളിൽ എവിടെയോ ഒരു തണുപ്പ് അവൻ അറിയുകയായിരുന്നു. അവൾ തന്നിലേക്ക് അടുക്കുന്നുണ്ടെന്ന ചിന്ത അവന്റെ ഉള്ളിലെ പിണക്കത്തെ പതുക്കെ അലിയിക്കുന്നുണ്ടായിരുന്നു. എങ്കിലും ആ സന്തോഷം പുറത്തു കാണിക്കാതെ മുഖത്ത് ഗൗരവം നിലനിർത്തിക്കൊണ്ട് തന്നെ അവൻ കണ്ണുകൾ ഇറുക്കി അടച്ച് കിടന്നു. ആ രാത്രി എപ്പോഴായിരുന്നു അവൾ ഉറങ്ങിയത്? താൻ കാരണം ഇനി ആ കുടുംബം സങ്കടത്തിലാവുമോ എന്ന ഭയം അവൾ അലട്ടി. അതുകൊണ്ട് തന്നെ അറിയാതെ പോലും അവന്റെ ഭാഗത്തേക്ക് നീങ്ങിപ്പോവാതെ അവൾ ആ കട്ടിലിൽ അകലം പാലിക്കുകയായിരുന്നു. പിറ്റേന്നും പതിവ് പോലെ രാവിലെ തന്നെ ലക്ഷ്മി ഉണർന്നു. ആനന്ദിനെ നോക്കുമ്പോൾ അവൻ ഉറക്കമാണ്. അവനെ ശല്യം ചെയ്യാതെ അവൾ പതുക്കെ താഴേക്ക് നടന്നു. ആനന്ദ് കുറച്ചു കഴിഞ്ഞ് ഉണർന്നിരുന്നു. പതിവ് പോലെ രാവിലെയുള്ള ഓട്ടത്തിനായി താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ലക്ഷ്മി അടുക്കളയിൽ വിമലാമ്മയെ സഹായിക്കുന്ന തിരക്കിലായിരുന്നു. ചായ തിളക്കുന്ന ആ മണത്തിനൊപ്പം അവളുടെ വളപ്പൊട്ടുകളുടെ കിലുക്കവും ആ അടുക്കളയിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവന് തോന്നി. മുറ്റത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയ ആനന്ദ് പതുക്കെ അടുക്കള വാതിലേക്ക് വന്നു നിന്നു. അമ്മ അവിടെ ഇല്ലാത്ത സമയം നോക്കി അവൻ ലക്ഷ്മിയുടെ നേരെ നടന്നുകൊണ്ട് ചോദിച്ചു, അല്ലേടോ, എനിക്കൊരു സംശയം. താൻ തന്റെ വീട്ടിലും ഇങ്ങനെ തന്നെയായിരുന്നോ? അതോ ഇവിടെ എൻ്റെ അമ്മയെ പറ്റിച്ച് മാർക്ക് വാങ്ങാൻ വേണ്ടി മാത്രം കാണിക്കുന്ന അഭിനയമാണോ ഇതെല്ലാം? പെട്ടെന്ന് അവൻ അങ്ങനെ ചോദിച്ച അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടപ്പോഴാണ് താൻ ചോദിച്ച വീണ്ടും കൂടിപ്പോയെന്ന് അവന് തോന്നിയത്. അന്നേരം തോന്നി എന്തിൻ്റെയോ പുറത്ത് ചോദിച്ചു പോയതാണ്. വേണ്ടിയിരുന്നില്ലെന്ന കുറ്റബോധത്തോടെയാണ് അവൻ പുറത്തേക്ക് പോയത്. കുറെ സമയം കഴിഞ്ഞ് അവൻ ഓട്ടം കഴിഞ്ഞ് വിയർത്തുള്ളി ചിരിച്ചു വരുമ്പോൾ വിമലമ്മയും ആരതിയും അടുക്കളയിൽ സജീവമായിരുന്നു. ഏട്ടാ, എന്നാ ചായ, നല്ല ചൂടുണ്ട്. ആരതി ഒരു ഗ്ലാസ് ചായ കൂടി അവൻ നേരെ നീട്ടുമ്പോൾ അവൻ തിരിഞ്ഞത് അവളെയായിരുന്നു, ലക്ഷ്മിയെ. അടുക്കളയിൽ അവളില്ലായിരുന്നു. അവൻ ആ ചായയുമായി പതുക്കെ മുകളിലേക്ക് നടന്ന് മുറിയിലെത്തുമ്പോൾ ലക്ഷ്മി കോളേജിൽ പോകാൻ സാരി ഉടുത്ത് നിൽക്കുന്നു. പെട്ടെന്ന് അവളെ അങ്ങനെ കണ്ടതും ഒരു നിമിഷം ചായ പോലും കുടിക്കാൻ മറന്ന് നിന്നുപോയിരുന്നവൻ. ഭംഗിയുള്ള ഒരു നീല സാരിയായിരുന്നു അവൾ ഉടുത്തിരുന്നത്. മുടി ഭംഗിയായി പിന്നിയിട്ട് കാതിൽ ചെറിയൊരു ജിമിക്കിയും ഇട്ടത്. സാരിയുടെ തുമ്പ് തോളിലേക്ക് പിൻ ചെയ്ത് നിൽക്കുന്ന അവളെ കാണാൻ വല്ലാത്തൊരു ഭംഗിയുണ്ടായിരുന്നു. തന്റെ ഭാര്യ ഇത്രയേറെ സുന്ദരിയായിരുന്നു. അവൻ ആ വാതിൽ ചാരിന്ന് ആലോചിക്കുമ്പോൾ അവൾ അവനെ നോക്കി. പക്ഷെ പതിവിലും ഗൗരവം ഉണ്ടായിരുന്ന ആ നോട്ടത്തിൽ നിന്ന് അവന് തോന്നി. അതിന് കാരണം അവൻ ഊഹിച്ചു. അവൾക്കടുത്തേക്ക് നടന്നൊരു സോറി പറച്ചിലാണെങ്കിൽ അത് കേൾക്കാൻ നിൽക്കാതെ അവൾ വേഗം തന്നെ ബാഗും എടുത്ത് മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ അവനൊന്ന് പരിങ്ങി. അവൾ പോയ വഴിയെ നോക്കി ആനന്ദ ചായ കുടിച്ച് തീർത്തു. കുറച്ച് സമയം കഴിഞ്ഞ് അവനും തന്നെ യൂണിഫോം ഇട്ട് താഴേക്ക് വന്നിരുന്നു. അവൻ ഉമ്മറത്തേക്ക് വരുമ്പോൾ ലക്ഷ്മി അവിടെ എന്തോ എടുത്തു വെക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് അവൻ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവളൊന്ന് നോക്കി. അന്ന് ആദ്യമായിട്ടാണ് അവൾ അവനെ ആ വേഷത്തിൽ അത്രയടുത്ത് കാണുന്നു. 6 അടി പൊക്കമുള്ള അവന്റെ ശരീരത്തിന് ആ കാക്കി വേഷം വല്ലാതെ ചേരുന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ നോക്കി നിൽക്കാൻ ഒരു പേടി പോലെ. ആൾ വേഗം നോട്ടം മാറ്റി അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഉണ്ണിയേട്ടനെ ഇഷ്ടപ്പെടുന്നതിന് മുമ്പ് ഒരാഗ്രഹമായിരുന്നു ഒരു പോലീസുകാരനെ കെട്ടണം എന്നുള്ളത്. കാക്കി വേഷമിട്ട് ഒരാളുടെ കൈ പിടിച്ച് നടക്കാൻ ഒരുപാട് മോഹിച്ചതാണ്. പക്ഷെ ഒടുവിൽ അത് നടന്നു കഴിഞ്ഞപ്പോൾ ജീവിതം ഇങ്ങനെയായിപ്പോയി. അവളൊരു കുഞ്ഞു ചിരിയോടെ ഓർത്തു. ആനന്ദ് ഡൈനിങ് ടേബിളിന് മുന്നിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലക്ഷ്മി ബാഗും തോളിലിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയിരുന്നു. ലക്ഷ്മി, നിക്ക്, ഞാനും അങ്ങോട്ടാ. ആനന്ദ് ദോശ കഷ്ണം പ്ലേറ്റിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. വേണ്ട ആനന്ദേട്ടാ, ഞാൻ ബസ്സിന് പോയിക്കോളാം. അത്രയും പറഞ്ഞ് അവൾ വേഗത്തിൽ മുറ്റം കടന്ന് മുന്നോട്ട് കടന്നു പോകുമ്പോൾ എന്തോ അവനോട് അകൽച്ച വേദന തോന്നിയിരുന്നു. രാവിലെ തന്നെ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല. താൻ എന്താ ഇങ്ങനെ? അല്ലെങ്കിൽ അവളിങ്ങനെ വേദനിപ്പിക്കാൻ മാത്രം അവളെന്ത് ചെയ്തു? പോട്ടെ, വൈകിട്ട് സോറി പറയണം എന്ന് ചിന്തിക്കുമ്പോൾ പുറമേയുള്ള ആ ദേഷ്യത്തിനിടയിലും അവളോടുള്ള ഇഷ്ടം തന്റെ ഉള്ളിൽ വളരുകയാണെന്ന് അവൻ തിരിച്ചറിയുകയായിരുന്നു. പക്ഷെ അതൊന്നും അറിയാതെ പിന്നെയുള്ള ദിവസങ്ങളിൽ ലക്ഷ്മി ഒരു നിഴൽ പോലെ ഒതുങ്ങിക്കൂടുകയായിരുന്നു. ആനന്ദിന്റെ വാക്കുകൾ അവൾ അത്രമേൽ വേദനിപ്പിച്ചു എന്ന് വേണം പറയാൻ. ആരോടും ഒരു പരിഭവമില്ലാതെ ആരുടെയും വഴിയിൽ തടസ്സമാവാതെ അവൾ തന്റേതായ ഒരു ലോകത്തിൽ ഒതുങ്ങിത്തീരുമ്പോൾ അവനത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാവിലെ പതിയെ പോലെ ഉണരും. അടുക്കളയിൽ വിമലമ്മയെ സഹായിക്കും. കോളേജിൽ പോവും. മടങ്ങിയെത്തിയാൽ മുറിയിൽ വന്നിരുന്ന് എന്തെങ്കിലുമൊക്കെ പഠിക്കുകയോ എഴുതുകയോ ചെയ്യും. ആനന്ദ് മുറിയിലേക്ക് വരുമ്പോഴേക്കും അവൾ കട്ടിലിന്റെ ഒരു മൂലയിലേക്ക് ഒതുങ്ങും, അല്ലെങ്കിൽ ഉറക്കം നടിക്കും. അവളുടെ ഈ പെട്ടെന്നുള്ള ഒഴിഞ്ഞുമാറൽ ആനന്ദിനെയും വല്ലാതെ പ്രയാസപ്പെടുത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവളിലേക്ക് വീണ്ടും അടുക്കാൻ അവന് ഭയമായിരുന്നു. വീണ്ടും അവൾ തന്നെ ആട്ടിയകറ്റുമോ എന്നുള്ള ഭയം. അവരുടെ വിവാഹം കഴിഞ്ഞ് 2 മാസം കടന്നുപോയിട്ടും ലക്ഷ്മിയുടെ വീട്ടിൽ നിന്ന് ആരും അങ്ങോട്ടേക്ക് വരുന്ന പതിവില്ലായിരുന്നു. വിജയമ്മ വല്ലപ്പോഴും ഫോണിൽ വിളിച്ച് കടന്നു തീർക്കും. അച്ഛൻ അതുമില്ലായിരുന്നു. സത്യങ്ങളെല്ലാം ആനന്ദിന്റെ വീട്ടിൽ അറിഞ്ഞു എന്ന ഭയമാണ് അതിന് കാരണമെന്നറിയാം. എങ്കിലും മകളെ മറ്റൊരാളുടെ തലയിൽ കെട്ടിവെച്ച് സ്വന്തം ഉത്തരവാദിത്തം ഒഴിഞ്ഞ ആ വീട്ടുകാരോട് അവൾക്ക് വല്ലാത്ത വെറുപ്പും തോന്നി തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് കോളേജിൽ അവസാന വർഷ ഫീസ് അടക്കാനുള്ള സമയമായത്. നല്ലൊരു തുക ഫീസിനത്തിൽ വേണമായിരുന്നു. വിമലാമ്മയോട് ചോദിച്ചാൽ ആ പാവം സ്നേഹത്തോടെ എടുത്തിരുമെന്ന് ലക്ഷ്മിക്ക് അറിയാം. പക്ഷെ ആ മകൻ ഇത്രയേറെ ചതിച്ചിട്ട് ആ കുടുംബത്തിൽ നിന്ന് ഇങ്ങനെ തുക വാങ്ങാൻ അവിടെ മനസ്സ് സമ്മതിച്ചില്ല.
ആനന്ദിനോട് ചോദിക്കുന്ന കാര്യം ചിന്തിക്കാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. ആ സമയത്താണ് കോളേജിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ ഒരു ലേഡി സ്റ്റാഫിന് ആവശ്യമുണ്ടെന്ന് അവൾ അറിഞ്ഞത്. ഉച്ചയ്ക്ക് ശേഷം ജോലി കയറിയാൽ മതിയെന്ന് കൂടി കേട്ടതും അവൾ പിന്നെ ഒന്നും നോക്കിയില്ല. വീട്ടിൽ പറയാതെ അവിടെ ജോലി കയറി. അവസാന വർഷമായതുകൊണ്ട് ക്ലാസ്സുകൾ കുറവായിരുന്നു. സെമിനാറുകളും പ്രൊജക്റ്റുകളും വീട്ടിൽ നിന്ന് റെഡിയാക്കുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് ശേഷം അവൾ കോളേജിൽ നിന്ന് ഇറങ്ങാനും പറ്റി. ചില ദിവസങ്ങൾ വീട്ടിൽ വരാൻ വൈകിയാൽ എന്തെങ്കിലും കള്ളം പറഞ്ഞ് പിടിച്ചെന്ന് ആദ്യത്തെ ഒരാഴ്ച വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ കടന്നുപോയി. അങ്ങനെയൊക്കെ ഒരു ദിവസം ആനന്ദ് ഡ്യൂട്ടി സംബന്ധമായി എവിടെയോ പോയി മടങ്ങുന്ന വഴി ഒരു കുപ്പി വെള്ളം വാങ്ങാനായി ഈ സൂപ്പർ മാർക്കറ്റിൽ കയറി. നേരെ കൗണ്ടറിലേക്ക് ചെന്നാണ് അവൻ വെള്ളം ചോദിച്ചത്. ഒരു ബോട്ടിൽ തണുത്ത വെള്ളം എടുത്തേ. കൗണ്ടറിൽ നിന്ന് ഷോപ്പ് ഓണർ ഒരു പോലീസുകാരനെ കണ്ട ബഹുമാനത്തോടെ വിളിച്ചു പറയുമ്പോൾ ലക്ഷ്മിയായിരുന്നു വെള്ളമായി അങ്ങോട്ട് വന്നു. പെട്ടെന്ന് ആനന്ദിനെ അവിടെ കണ്ടതും അവളുടെ കയ്യിൽ നിന്ന് ബോട്ടിൽ വിറച്ചു. ഭയത്തോടെ അവൾ ആ കുപ്പി അവന് നേരെ നീട്ടുമ്പോൾ ആനന്ദ് പണം കൊടുക്കാനായി പേഴ്സ് ഉറക്കിയായിരുന്നു. തന്റെ മുന്നിലേക്ക് നീണ്ട കയ്യിലെ വളകൾ തിരിച്ചറിഞ്ഞ് അവൻ ആ മുഖത്തേക്ക് നോക്കിയതും അടുത്ത നിമിഷം ആനന്ദം തറഞ്ഞു പോയിരുന്നു. ലക്ഷ്മി അവന്റെ ചുണ്ടുകൾ അറിയാതെ മന്ത്രിച്ചു. നീല ചുരിദാറിന് മുകളിൽ ഷോപ്പിലെ ജീവനക്കാരുടെ കോട്ടും ID കാർഡും. അവളുടെ കണ്ണുകൾ ഭയം കൊണ്ട് സങ്കടം കൊണ്ട് നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ആനന്ദിന് ആ കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവന്റെ ഉള്ളിൽ ദേഷ്യവും അതിലേറെ വലിയൊരു അപമാനവും ഇരച്ചു കയറി. അവരുടെ ഇടയിലെ നിശബ്ദതയും പരസ്പരമുള്ള നോട്ടം കണ്ട് ഓണർ രാഘവന് കാര്യം മനസ്സിലായില്ല. അതേ ആനന്ദിനെ നോയി പുഞ്ചിരിയോടെ പറഞ്ഞു, സാറിന് ഈ കുട്ടി അറിയോ? കഴിഞ്ഞ ആഴ്ച ജോയിൻ ചെയ്താ, പഠിക്കുന്ന കുട്ടിയാ, പാവം. ഫീസ് അടക്കാൻ കാശില്ലാതെ ജോലിക്കിറങ്ങിയതാ, നല്ല മിടിക്കുക കേട്ടോ. രാഘവന്റെ വാക്കുകൾ ആനന്ദ് ലക്ഷ്മിയെ തന്നെ നോക്കി നിന്നു. അവളുടെ കണ്ണുകളിൽ നിന്നൊരു തുള്ളി കണ്ണീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി. എനിക്കറിയാം ഈ കുട്ടിയെ. ഒരു ദീർഘനിശ്വാസത്തോടെ ലക്ഷ്മിയുടെ മുഖത്തേക്ക് ദേഷ്യത്തോടെ നോക്കിക്കൊണ്ട് അവൻ തുറന്നു. എന്റെ ഭാര്യ കൂടിയാ. ആ വാക്കുകൾ ആ ഷോപ്പിലുണ്ടായിരുന്ന എല്ലാവരെയും ഒരുപോലെ ഞെട്ടിക്കുമ്പോൾ ലക്ഷ്മിക്ക് ആ നിമിഷം ഭൂമികളൊന്ന് താഴേക്ക് പോയിരുന്നില്ലെന്ന് പോലും തോന്നിപ്പോയിരുന്നു. വെള്ളത്തിന് എത്രയാ? ആനന്ദ് കടുപ്പത്തിൽ ചോദിച്ചു. അയ്യോ സാറേ, അത് വേണ്ട. രാഘവൻ പരിങ്ങി. പക്ഷെ ആനന്ദൊന്നും കേൾക്കാൻ കൂട്ടാക്കിയില്ല. കൗണ്ടറിലേക്ക് ഒരു 100 രൂപയുടെ നോട്ട് വലിച്ചെറിഞ്ഞ് ദേഷ്യത്തോടെ ലക്ഷ്മിയെ ഒന്നുകൂടി നോക്കി അവൻ പുറത്തേക്ക് നടന്നു പോകുമ്പോൾ ഇനി എന്തൊക്കെയാവും നടക്കിയെന്നറിയാതെ അവൾ അവന് പുറകെ വീട്ടിലേക്ക് തിരിച്ചു. അവിടുന്ന് ആനന്ദ് നേരെ വീട്ടിലേക്കായിരുന്നു വന്നു. അവന് പുറകെ ലക്ഷ്മി ഓടിപ്പിടിച്ച് അവിടെ എത്തുമ്പോൾ എല്ലാം അറിഞ്ഞു തന്നെയാണ് അമ്മ അവളെ കാത്തിരുന്നത്. മോളെ, നീ എന്തിനാ ഞങ്ങളോട് പറയാതെ ആ ഷോപ്പിൽ ജോലിക്ക് പോയത്? മോൾക്ക് പൈസ വേണമെങ്കിൽ അമ്മയോട് ഒരു വാക്ക് ചോദിച്ചാൽ പോരെ? നിന്റെ അമ്മ തന്നെയല്ലേ മോളെ ഞാനും. പിന്നെ എന്തിനാ ഇങ്ങനെ? ഇടറുന്ന സ്വരത്തിൽ അമ്മ അത് ചോദിക്കുമ്പോൾ ലക്ഷ്മിക്ക് മറുപടി ഉണ്ടായിരുന്നില്ല. അവളുടെ കണ്ണ് നിറയുന്ന കണ്ടപ്പോൾ ആ അമ്മയ്ക്ക് സങ്കടം വന്നു. പതിപോലെ തന്നെ കണ്ണുടച്ച് അവർ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ ആ അമ്മയുടെ ഒരു വാക്ക് പറയാത്തതിൽ കുറ്റബോധം തോന്നിയിരുന്ന അവൾക്ക്. സാധാരണയായി അവൾ കോളേജിൽ പോകുമ്പോൾ അവൾക്ക് എടുക്കാൻ പാകത്തിന് അടുക്കളയിലെ ചെറിയൊരു പാത്രത്തിൽ വിമലമ്മ എപ്പോഴും പൈസ എടുത്തു വെക്കും. തനിക്ക് ആവശ്യമുള്ള എടുക്കാം, ബാക്കി താൻ വെച്ചിട്ട് പോകുന്നു. അതിനൊപ്പം കുറച്ചുകൂടി അമ്മ അതിൽ വീണ്ടും വെക്കും. ആ അമ്മയുടെ സ്നേഹം അത്രമാത്രം അറിഞ്ഞിട്ടും എന്തോ ഒന്നും പറയാനപ്പോൾ തോന്നിയില്ല. അമ്മ തന്നെയാണ് അവളെ ആശ്വസിപ്പിച്ച് മുകളിലേക്ക് അയച്ചതും. ആനന്ദേട്ടൻ മുറിയിലുണ്ടെന്നറിയാം. താൻ ആ മനുഷ്യനോട് ഇനി എന്തു പറയുന്നറിയാത്ത ഭയത്തോടെ അവൾ ആ മുറിയിലെത്തുമ്പോൾ അവൻ ആ യൂണിഫോമിൽ തന്നെ ബാൽക്കണിയിൽ ഇരിപ്പുണ്ടായിരുന്നു. ആള് നല്ല ദേഷ്യത്തിലാണെന്ന് അറിഞ്ഞു തന്നെ അവൾ അവനരികിലേക്ക് നടന്നു ചെന്നു. അവൾ മുന്നിലെത്തിയിട്ടും ആനന്ദ് അവളെ നോക്കാൻ പോലും കൂട്ടാക്കിയില്ല. അവന്റെ ആ അവഗണന താങ്ങാൻ കഴിയാതെ ലക്ഷ്മി അവന് മുമ്പിൽ മുട്ടൂത്തി തളർന്നു പോകുമ്പോഴും അവന്റെ ദേഷ്യം അടങ്ങിയില്ല. ആനന്ദേട്ടാ, എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. കോളേജിൽ ഫീസ് അടക്കണ ദിവസം അടുത്ത് വന്നപ്പോൾ പൈസ ഒപ്പിക്കാൻ വേണ്ടി പോയതാ ഞാൻ. അവളുടെ വാക്കിൽ കേട്ട് ആനന്ദ് കലിപ്പോടെ കൈകൾ കുടഞ്ഞു മാറ്റി അവളുടെ നേരെ തിരിഞ്ഞു. അവന്റെ കണ്ണുകൾ ചുവന്ന് തുടുത്തിരുന്നു. ഇല്ലെങ്കിൽ അത് എന്നോട് ചോദിക്കണമായിരുന്നു ലക്ഷ്മി. നീ ചോദിച്ചോ? ഇല്ല. ഒരു വാക്ക് സൂചിപ്പിച്ചോ? അതുമില്ല. അവന്റെ ശബ്ദത്തിലെ ദേഷ്യം കുറഞ്ഞില്ല. അവനവളുടെ തോളിൽ കുത്തിപ്പിടിച്ച് അവളുടെ കഴുത്തിലെ മഞ്ഞച്ചരട് ഉയർത്തിക്കാട്ടി. ദാ, ഈ താലി നിന്റെ കഴുത്തിൽ കിടക്കുന്നവരെങ്കിലും, നിയമപരമായിട്ട് നീ എന്റെ ഭാര്യയായിട്ട് ഈ വീട്ടിൽ കഴിയുന്നവരെങ്കിലും നിന്റെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാനുള്ള അധികാരം നിനക്കുണ്ടായിരുന്നു. നിന്റെ ഫീസ് അടക്കാനുള്ള പണം തരാതിരിക്കാൻ മാത്രം ദരിദ്രവാസിയല്ല ഈ ആനന്ദ് കൃഷ്ണ. അവന്റെ ശബ്ദം കനക്കുമ്പോൾ അവളെ എങ്കിലോടെ തന്നെ കണ്ണുടച്ചു. ഞാൻ എങ്ങനെ ചോദിക്കും? എന്നെ ഇനി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആളോട് ഞാൻ എങ്ങനെ വന്ന് പൈസ ചോദിക്കും? നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് കയറിയൊന്ന് എനിക്ക് നിങ്ങളുടെ പൈസ വാങ്ങി പഠിക്കാൻ അർഹതയുണ്ടായിരുന്നേട്ടാ. അവളുടെ വാക്കുകളും മുറിഞ്ഞിരുന്നു. വീട്ടുകാർക്ക് പോലും വേണ്ടാത്ത ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്നെന്ന് ഓർത്തപ്പോ വാക്കുകൾ കിട്ടാതെ അവൾ ഏങ്ങിപ്പോകുമ്പോൾ അവന്റെ ഉള്ളം തണുത്തു തുടങ്ങിയിരുന്നു. ആരടി പറഞ്ഞ് നിനക്ക് ആരില്ലെന്ന്? ഞാനില്ലടി നിനക്ക്. പെട്ടെന്ന് ആനന്ദ് അങ്ങനെ പറഞ്ഞു. ലക്ഷ്മി അത് കേട്ടൊരു ഞെട്ടിലൂടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. താൻ കേട്ടത് സത്യമാണോ അതോ തനിക്ക് തോന്നിയതാണോ എന്നുള്ള സംശയം അവളുടെ കണ്ണുകളിൽ ഉണ്ടായിരുന്നു. ആനന്ദ് അവളുടെ കവളിൽ 2 കൈയും ചേർത്ത് വെച്ച് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, നിന്നെ എനിക്ക് വേണ്ടായിട്ടാണോടി? നിനക്ക് എന്നെ അംഗീകരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നിനക്കൊപ്പം നിഴൽ പോലെ നടന്ന്. ആനന്ദിന്റെ വാക്കുകൾക്ക് മുന്നിൽ അവളുടെ കണ്ണുകൾ അവന്റെ കണ്ണുകളിലേക്ക് നീണ്ടു. അവൻ പതുക്കെ ആ മുഖം കുറച്ചുകൂടി ഉയർത്തി തനിക്ക് നേരെയാക്കി. നീ എന്നെ അറിയുന്നതിന് മുന്നേ നിന്നെ സ്നേഹിച്ചു തുടങ്ങിയാണ് ലക്ഷ്മി ഞാൻ.
എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവസാനമായിട്ട് പ്രണയം തോന്നിയ പെണ്ണ്. ഒരുപാട് മോഹിച്ചാ ഞാൻ നിന്നെ എന്റെ ജീവിതത്തിലേക്ക് കൂട്ടിയത്. അന്ന് ഇഷ്ടം കൊണ്ടായിരുന്നു നിന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചത്. പക്ഷെ ആ നിമിഷം നീ എന്നെ ആട്ടി ഓടിച്ചപ്പോ ഞാൻ അറിഞ്ഞൊരു വേദനയുണ്ട്. അത് പിന്നീട് എന്നിൽ അപമാനമായി തോന്നി, ഈഗോയായി. നിനക്ക് കുറച്ച് സമയം വേണമെന്ന് എന്നോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഞാനത് നിറഞ്ഞ മനസ്സോടെ കേൾക്കുമായിരുന്നു ലക്ഷ്മി. പക്ഷെ ഒന്നും അങ്ങനെ നടന്നില്ല. എന്നിട്ടും നീ എന്നിൽ നിന്ന് അകന്നു പോരുതെന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ ഉള്ളിലെവിടെയോ നീ പറഞ്ഞ ഈ വാക്കിലുണ്ടാക്കിയ ആ ഈഗോ, അതാണ് എന്നെ നിന്നിലേക്ക് അടുപ്പിക്കാൻ ദൂരേക്ക് മാറ്റി നിർത്തിയത്. എനിക്കൊരുപാട് റൊമാൻറ്റിക് ആയിട്ടൊന്നും സംസാരിക്കാറില്ല, പക്ഷേ ഇന്നും അന്നും ഒരുപാട് ഇഷ്ടമാണ് നിന്നെ. അവനത് പറഞ്ഞു നിർത്തുമ്പോൾ ലക്ഷ്മി അവന് മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് അവന്റെ കാൽക്കിലേക്ക് വീണുപോയിരുന്നു. എന്നോട് ക്ഷമിക്കേട്ട, ഞാൻ അറിയാതെ പോയി നിങ്ങള്. എന്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ നിധിയാണ് നിങ്ങളെന്ന് ഞാൻ അറിഞ്ഞില്ല. ആൾ അവന്റെ കാലുകൾ പിടിച്ച് വിങ്ങിപ്പൊട്ടി. തന്റെ മുന്നിൽ അങ്ങനെ ഇരുന്ന് കരയുന്നവളോട് വീണ്ടും പിണങ്ങി നിൽക്കാൻ അവനും കഴിഞ്ഞില്ല. അവൻ വേഗം അവളെ പിടിച്ചു വരുത്തി തനിക്ക് നേരെ നിർത്തിയതും അവൾ ആനന്ദിന്റെ നെഞ്ചിലേക്ക് വീണ് അവനെ കെട്ടിപ്പിടിച്ചു പോയിരുന്നു. ഇഷ്ടം ഒരുപാട് ഒരുപാട് വേദനിപ്പിച്ചു പോയി. അതിന്റെ പ്രായശ്ചിത്തം പോലെ സ്നേഹിച്ചോളാം. തന്റെ ജീവിതത്തിലെ ഏറ്റവും സുരക്ഷിതമായ ഇടം അതായിരുന്നു എന്ന് അവൾ തിരിച്ചറിഞ്ഞ നിമിഷം മുതൽ അവരും ജീവിച്ചു തുടങ്ങിയായിരുന്നു. പരസ്പരം മനസ്സിലാക്കിയും പരസ്പരം സ്നേഹിച്ചുമുള്ള ഒരു പുതിയൊരു ജീവിതം. അവർക്കിടയിൽ മഞ്ഞുരുങ്ങി തുടങ്ങിയത് വിമലമ്മയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. അത് ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ആ അമ്മയാണ്. അതെ, നിങ്ങളുടെ പിണക്കവും പരിപോക്കം മാറിയ സ്ഥിതിക്ക് ഞാൻ അന്ന് പറഞ്ഞ കാര്യം ഒന്ന് ഗൗരവത്തിലെടുക്കണേ മോളെ. അമ്മ അവളെ ചേർത്ത് പിടിച്ചു പറയുമ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായില്ല. മേരക്കുട്ടിയുടെ കാര്യം തന്നെയാ മോളെ അമ്മ പറഞ്ഞ്. വിമലാമ്മ ചിരിയോടെ ലക്ഷ്മിയെ ഓർമ്മപ്പെടുത്തുമ്പോൾ അവൾക്ക് വല്ലാതെ നാണം വന്നിരുന്നു. മുഖം ചുവന്നു. അവൾ വേഗം മുകളിലെ മുറിയിലേക്ക് നടന്നു. അവൾ എത്തുമ്പോൾ അവൻ ബാൽക്കണിയിൽ ആരോടോ ഫോണിൽ സംസാരിക്കുകയായിരുന്നു. അവളെത്തിയും കുറച്ചേരം സംഭാഷണം തുടർന്ന ശേഷം അവൻ മുറിയിലേക്ക് നടന്നു. SP ആയിരുന്നു. അല്ല, എന്തായാലും താഴെ അമ്മയും മോളും കൂടെ ഒരു സംസാരം. അവൻ കട്ടിലേക്ക് ഇരുന്നോട് ചോദിക്കുമ്പോൾ ലക്ഷ്മി അവനടുത്തേക്ക് കിടന്നു. അവന്റെ ഷർട്ടിന്റെ ബട്ടണുകളിൽ വെറുതെ ചൊറിഞ്ഞുകൊണ്ടിരുന്നു. അത് അമ്മയ്ക്കൊരു പേരക്കുട്ടിയെ വേണമെന്ന് വളരെ പതിഞ്ഞ സ്വരത്തിൽ അവൾ പറയുമ്പോൾ ആനന്ദൊരു നിമിഷം അവളെ തന്നെ നോക്കിയെന്ന് പോയി. അവന്റെ ചുണ്ടിലൊരു കള്ളച്ചിരി സ്ഥാനം പിടിച്ചു. അവനവളുടെ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് എന്റെ ഭാര്യ ഇതിനെന്ത് പറഞ്ഞു? ഏട്ടനോട് ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. കുറുമ്പോടെ അവളത് പറഞ്ഞിരുന്നു. അവനവളെ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ തന്നെ തരട്ടെ. അവന്റെ ചോദ്യത്തിനൊപ്പം അവന്റെ ശ്വാസം അവളുടെ കവിളിൽ തട്ടുന്നുണ്ടായിരുന്നു. അവളതിന് മറുപടി പറയാതെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി കുറുമ്പോടെ ചിരിച്ചു. ആനന്ദ് അവളെ തന്നെ നോക്കി അവളുടെ ഇടുപ്പിലൂടെ കൈകൾ ചുറ്റി ഒറ്റ വലിക്ക് അവളൊന്നുകൂടി അമർത്തി പിടിച്ചതും ലക്ഷ്മി അവന്റെ നെഞ്ചിന്റെ ചൂടിലേക്ക് അമർന്നു. നീ ശരിക്കും ഓക്കെയാണ് ലക്ഷ്മി? ആളുടെ മുടികളിൽ വിരലോടിച്ചുകൊണ്ട് അവൻ പതുക്കെ ചോദിക്കുമ്പോൾ ലക്ഷ്മി മറുപടിയൊന്നും പറഞ്ഞില്ല. ആളവന്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ച ആ നെഞ്ചിലേക്ക് മുഖം കുളിപ്പിച്ചു. ഇനിയുള്ള കാലം അവൻ്റേത് മാത്രമായി ജീവിക്കുമെന്ന് ഉറപ്പുപോലെ ആനന്ദ് പതുക്കെ അവളുടെ മുഖമുയർത്തി അവളുടെ നെറ്റിയിലെ സിന്ദൂരേഖയിൽ ചുണ്ടുകൾ അമർത്തി. ഇനി ഒരിക്കലും പരസ്പരം കൈവിടില്ലെന്ന മട്ടിൽ അവരൊന്നുകൂടി ചേർന്ന് നിന്നു. ആ രാത്രിയുടെ തണുപ്പിൽ അവർക്കിടയിലെ ബാക്കി അകലങ്ങളും പതുക്കെ അലിഞ്ഞു ചേർന്ന് തുടങ്ങി. പരസ്പരം വീണ്ടും വീണ്ടും സ്നേഹിച്ച് ഒന്നായി ചേർന്നുകൊണ്ടേയിരുന്നു. വർഷങ്ങൾ 3 കഴിഞ്ഞു. ലക്ഷ്മി ഇന്ന് ഒരു ചെറിയ സ്കൂളിലെ ടീച്ചറാണ്. ആ പഴയ പൊട്ടിപ്പെണ്ണിൽ നിന്ന് അവളെ നല്ല പക്വതയുള്ളവളായി മാറ്റിയെടുത്ത ആനന്ദായിരുന്നു. അവർക്കിടയിലേക്ക് ഇപ്പോൾ 2 കുറുമ്പന്മാർ കൂടെ വന്നിട്ടുണ്ട്. 2 വയസ്സുകാരൻ കിശുവും 8 മാസക്കാരൻ അപ്പൂസും. ഇനിയും മക്കൾ വേണമെന്നാണ് ആനന്ദിന്റെ ഒരു ഇത്. വിമലാമ്മയ്ക്കിപ്പോൾ ഈ പേരക്കുട്ടികളെ നോക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം. രാവിലെ ആനന്ദിനൊപ്പമാണ് അവൾ സ്കൂളിൽ പോകുന്നു. വൈകിട്ട് സ്റ്റേഷനിലെ തിരക്കുകൾക്കിടയിലും ആനന്ദ് തന്നെ വന്ന് അവളെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഇപ്പോൾ ഒരു ശീലമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അന്നൊരു ദിവസം സ്കൂൾ വിട്ട സമയം കുട്ടികളൊക്കെ പോയി കഴിഞ്ഞ് ലക്ഷ്മി ഗേറ്റിനടുത്ത് ആനന്ദിനെ കാത്തിരിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് പിന്നിൽ നിന്നൊരാൾ വിളിച്ച്. ലക്ഷ്മി. അവൾ തിരിഞ്ഞു നോക്കിയത് മുന്നിൽ ഉണ്ണി. ഗൾഫിൽ പോയതിനു ശേഷം അവനവൾ ആദ്യമായിട്ടാണ് കാണുന്നത്. പതിർച്ചയൊന്നും തോന്നിയില്ല അവൾക്ക്. ഉണ്ണിയേട്ടനോ? ഇതെന്താ ഇവിടെ? ലക്ഷ്മിയുടെ സ്വരത്തിൽ വെറും ഒരു അപരിചിതനെ കണ്ട ഭാവം മാത്രമായിരുന്നു. ഞാൻ നാട്ടിൽ വന്നിട്ട് 3 മാസമായി ലക്ഷ്മി. വന്നത് മുതൽ നിന്നെ ഒന്ന് കാണുന്നുണ്ടായിരുന്നു. ഉണ്ണി അവളുടെ അരികിലേക്ക് അടുത്തു. സോറി, അന്ന് നിന്നെ ചേർത്ത് പിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ ഞാൻ അറിയുന്നുണ്ടായിരുന്നു നിന്റെ വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളാണെന്നും നീ അവിടെ സന്തോഷത്തിലല്ലെന്നൊക്കെ. അന്നേ കരുതിയതാ നാട്ടിൽ വരുമ്പോൾ നിന്നെ വന്ന് കാണണമെന്ന്. ലക്ഷ്മി, എനിക്ക് നിന്നെ ഇപ്പോഴും ഒത്തിരി ഇഷ്ടമാണ്. വരുന്നതിൻ്റെ കൂടെ. തനിക്ക് മുന്നിൽ നിന്ന് വരാത്ത വികാരങ്ങളൊക്കെ കാട്ടി അവനങ്ങനെ പറയുമ്പോൾ ലക്ഷ്മിക്ക് ചിരിയാണെന്ന് അവൾ കൈകെട്ടിന്ന് അവനെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ ഉണ്ണിയേട്ടാ, നിങ്ങളുടെ അടുത്തൊക്കെ ആരാ പറഞ്ഞ്? അവൾ ചിരിയോടെ ചോദിക്കുമ്പോൾ അവന് മറുപടി ഇല്ലായിരുന്നു. എൻ്റെ ഉണ്ണിയേട്ട കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എനിക്കിപ്പോൾ നല്ലൊരു കുടുംബമുണ്ട്, സ്നേഹമുള്ള ഭർത്താവുണ്ട്. ആ ഭർത്താവിന് 2 പിള്ളേരുണ്ട്. അവരെല്ലാം വാരിക്കെട്ടി ഞാൻ അങ്ങോട്ട് വന്നാലേ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ അമ്മ വീട്ടിൽ കയറ്റുമോ? ചിരിച്ചുകൊണ്ടുള്ള അവൾ ആ ചോദ്യത്തിന് ഉണ്ണിയുടെ മുഖത്ത് ചിരിമങ്ങി. നിനക്ക് മക്കളുണ്ടോ? ലക്ഷ്മിക്ക് കുഞ്ഞുങ്ങളുണ്ടെന്ന കാര്യം അവൻ അപ്പോഴാണ് അറിഞ്ഞത്. 2 കുട്ടികളുണ്ട്.
അവൻ വിശ്വസിക്കാനാവാൻ നിൽക്കുമ്പോഴാണ് റോഡിൽ നിന്ന് ആനന്ദിന്റെ ബുള്ളറ്റ് ആ മുറ്റത്തേക്ക് വന്ന്. ദാ വന്നല്ലോ എന്റെ ഭർത്താവ്. ലക്ഷ്മി ചിരിയോടെ ഉണ്ണിയോട് പറയുമ്പോൾ അവൻ ആനന്ദിനെ തന്നെ നോക്കി നിന്നു. പരിചയപ്പെടാമെന്ന് അവൾ പറഞ്ഞപ്പോൾ ഉണ്ണി വേണ്ടെന്നാണ് പറഞ്ഞു. ലക്ഷ്മി അവനെ നിർബന്ധിക്കാനും നിന്നില്ല. ഒരു ചിരിയിൽ യാത്ര പറഞ്ഞ് ആനന്ദിനടുത്തേക്ക് നടക്കുമ്പോൾ അവനും ശ്രദ്ധിച്ചിരുന്നു ഉണ്ണിയെ. ആറ് ലക്ഷ്മി അത്? പറയാം, ആദ്യം വണ്ടിയെടുക്ക്. ലക്ഷ്മി ആനന്ദിന്റെ കയ്യിൽ പിടിച്ച് ബുള്ളറ്റിലേക്ക് ആയിരിക്കൊണ്ട് പറയുമ്പോൾ ഉണ്ണി തിരിഞ്ഞടന്നിരുന്നു. ബുള്ളറ്റ് മുന്നോട്ട് പാഞ്ഞു. കുറച്ചു ദൂരം കഴിഞ്ഞപ്പോൾ ആനന്ദ് മിററിലൂടെ അവളിൽ നിന്ന് പാളി നോക്കി വീണ്ടും ചോദിച്ചു, അല്ല ലക്ഷ്മി, അത് ആരാണെന്ന് നീ പറഞ്ഞില്ല? എന്തോ എനിക്കതിന്റെ മുഖത്തിൽ പിടിച്ചില്ല. വല്ലാത്തൊരു കള്ളലക്ഷണം. ആനന്ദ് ആളറിയാതെ പറയുമ്പോൾ ലക്ഷ്മി അവന്റെ തോളിലേക്ക് അല്പം കൂടി ചേർന്നിരുന്നു പറഞ്ഞു, അതാ എന്റെ ഉണ്ണിയേട്ടൻ. പെട്ടെന്ന് കേട്ടത് ആനന്ദ് ബ്രേക്ക് ഇട്ടു. കണ്ണാടിയിലൂടെ അവൾ ഒന്നുകൂടെ നോക്കി. അതോ, അവനെന്തിനാ നിന്നെ കാണാമെന്ന്? ആനന്ദിന്റെ ശബ്ദം മുറുകി. അത് പിന്നെ ഗൾഫിലൊക്കെ പോയി കാശാനായ സ്ഥിതിക്ക് എന്നെ കൂടെ കൂട്ടിക്കൊണ്ടാവാൻ വന്നതാ. കൂടെ വരുന്നോന്ന് ചോദിച്ചു. അവൾ കുറുമ്പോടെ പറയുമ്പോൾ ആനന്ദിന്റെ മുഖമിരുണ്ടു. അവൻ വണ്ടി റോഡരിയിലേക്ക് ഒതുക്കി നിർത്തി തിരിഞ്ഞു നോക്കി. എന്നിട്ട് നീ അവനോട് എന്ത് പറഞ്ഞു? ലക്ഷ്മി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല. അവൾ അവന്റെ കഴുത്തിലൂടെ കൈകൾ ചുറ്റിപ്പിടിച്ച് അവനോട് ചേർന്നിരുന്നു. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ജന്മത്തിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഭർത്താവുണ്ടെന്നും അവന്റെ 2 മക്കളുണ്ടെന്നും ഇനിയുള്ള 7 ജന്മവും എനിക്ക് ഈ കാക്കിക്കാരന്റെ പെണ്ണായാൽ മതിയെന്ന് പറഞ്ഞു. അവളുടെ പെട്ടെന്നുള്ള കെട്ടിപ്പിടുത്തവും വാക്കുകൾ കേട്ടതും ആനന്ദിന്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു. ഭയങ്കര ഡയലോഗാണല്ലോ ടീച്ചറെ. പിള്ളേരെ പഠിപ്പിച്ച് നീ നല്ല വാചക കസരത്ത് പഠിച്ചുവല്ലേ? അവൻ അവളുടെ മുകളിൽ പതുക്കെ നുള്ളി. പിന്നല്ലാതെ എന്റെ ഭർത്താവ് ഒരു പോലീസുകാരനാകുമ്പോ ഭാര്യയെ തിരികെ ഒറ്റപ്പിൽ നിൽക്കേണ്ടാണ് തേട്ടാ. ആൾ അവന്റെ തോളിലേക്ക് ഒന്നുകൂടി ചാഞ്ഞു. നടക്കട്ടെ, വീട്ടിൽ ചെന്നിട്ട് വേണം ഈ സ്നേഹത്തിന്റെ ബാക്കിയറാണ്. ആനന്ദ് ബുള്ളറ്റ് വീണ്ടും മുന്നോട്ടെടുത്തു. പെയ്യാൻ വെമ്പുന്ന തണുത്ത കാറ്റിനൊപ്പം അവരുടെ ഹൃദയം ഇടുപ്പുകൾ ഒന്നായി മാറി. ആനന്ദിന്റെ തോളിലേക്ക് മുഖം ചേർത്ത് കിടക്കുമ്പോൾ ലക്ഷ്മിയുടെ കഴുത്തിൽ ആ മഞ്ഞ ചരട് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി അവിടെ തിളങ്ങി തന്നെ നിന്നു. ഈ കഥ ഇതോടുകൂടി അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക.